വ്യാപാര ഷെയറുകളുടെ മറവിൽ വലിയ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും 150 കോടി രൂപ തട്ടിയ സംഭവത്തിൽ പോലീസിന് ലഭിച്ചത് 10.27 കോടി രൂപ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച പരാതികൾ മാത്രം. 55 പേരുടെ പരാതിയിൽ നിന്നുള്ള തുകയാണിത്. 5 കേസുകളാണ് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ബാക്കി 4 കേസുകളും ഇരിങ്ങാലക്കുട പോലീസാണ് അന്വേഷിക്കുന്നത്. 4 ആളുടെ പേരിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ബില്യംബീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഇരിങ്ങാലക്കുട നടവരമ്പ് സ്വദേശി കിഴക്കേവളപ്പിൽ വീട്ടിൽ ബിബിൻ 35 വയസ്സ്, ഭാര്യ ജയ്ത വിജയൻ, സഹോദരൻ സുബിൻ, ജനറൽ മാനേജർ സജിത് എന്നിവരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിന് പുറത്തും വിദേശത്തും തട്ടിപ്പ് നടന്നുവെന്ന് നിക്ഷേപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും നിലവിൽ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചത്. തട്ടിപ്പ് പുറത്തുവന്ന സ്ഥിതിക്ക് പരാതികളുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. തട്ടിപ്പിനിരയായ 150ഓളം പേരിൽ നിന്ന് മാത്രം 50 മുതൽ 70 കോടി വരെ നഷ്ടമായെന്നും കേരളത്തിന് പുറത്തും ദുബായ് കേന്ദ്രീകരിച്ചുമെല്ലാം വൻതോതിൽ നിക്ഷേപ സമാഹരണം നടന്നുവെന്നും നിക്ഷേപകർ പറയുന്നു. ലഭിച്ച 55 പരാതികളിൽ പലതും കൂട്ടായി നൽകിയ പരാതികളാണ്. 32 പേർ ഒരുമിച്ചുള്ള പരാതി ഇതിൽപ്പെടുന്നു. ബാക്കിയുള്ളവ വ്യക്തിപരമായ പരാതികളാണ്. കൂട്ടായി നൽകിയ പരാതികളിൽ ഉൾപ്പെട്ടവരിൽ ചിലരും വ്യക്തിപരമായ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ലഭിച്ചതിൽ 2 കോടി നഷ്ടമായെന്ന പരാതിയും ഉൾപ്പെടുന്നു. 1.96 കോടി രൂപ നഷ്ടമായ മറ്റൊരു പരാതിയും ഇതിലുണ്ട്. ബാക്കിയുള്ള പരാതികൾ 3 പേർ വീതമുള്ള ഗ്രൂപ്പുകളാക്കി കേസെടുക്കുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് സംബന്ധിച്ച് ഡിസംബറിലാണ് ആദ്യ പരാതി ലഭിക്കുന്നത്. പലരും ഇപ്പോഴും പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പരാതി നൽകാതിരിക്കുകയാണ്. ഇതുകൂടാതെ വൻതുക നിക്ഷേപമായി നൽകിയവരും പരാതി നൽകാൻ മടിക്കുന്നുണ്ട്. നിക്ഷേപത്തുകയുടെ ഉറവിടം പറയേണ്ടി വരുമെന്നതാണ് പലരെയും പിന്തിരിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഷെയർ മാർക്കറ്റിൽ ഊഹക്കച്ചവടം നടത്തുന്നതെന്നായിരുന്നു ബില്യംബീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതരുടെ അവകാശവാദം. ഇത് നിക്ഷേപകരിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ടാക്കി. AI ഉപയോഗത്തിനായി വലിയ തുക ചെലവഴിച്ച് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയെന്നും നിക്ഷേപകരോട് കമ്പനി അധികൃതർ പറഞ്ഞിരുന്നു. പണം പിരിക്കുന്നതിനായി ഫിനാൻസ് കൺസൾട്ടന്റുമാരെയും നിയോഗിച്ചിരുന്നു. നിക്ഷേപകരിൽ നിന്ന് വലിയ തോതിൽ പണം സ്വീകരിക്കുന്നതിനായി ജീവനക്കാർക്ക് നൽകിയ കമ്മീഷനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്നും പരാതിക്കാർ